തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ തീക്കനൽ തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലം അവർക്ക് പൊതുവായിരുന്നു. ഓൾ തിങ്സ് വർ കോമൺ പ്രോപ്പർട്ടി. ഈ എല്ലാം പൊതുവക എന്ന് എണ്ണുന്ന മനോഭാവം, അതാണ് സ്വർഗീയ മനോഭാവം. അതിനുള്ള വിശാല കാഴ്ചപ്പാട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ലഭിക്കണം. നോമ്പ് കഴിയുമ്പോൾ പഴയ മനുഷ്യനെ പോലെയാണെങ്കിൽ യാതൊരു പ്രയോജനമില്ല. നീ നോമ്പ് നോക്കിയിട്ട് നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ നോമ്പ് നോക്കുന്നില്ലെങ്കിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ പ്രത്യേക ദിനങ്ങളിൽ കർത്താവുമായി അടുത്ത് നിന്ന് നിൻ്റെ വിശാല മനോഭാവം കാണിക്കുവാനായിട്ട് സാധിക്കണം. ആ വിശാലമായിട്ടുള്ള ആ അനുഭവത്തിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നെങ്കിൽ മറ്റുള്ളവരെ ചെറുതാക്കാതെ, മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാതെ, എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, നിനക്കുള്ളത് മറ്റുള്ളവൻ്റേത് കൂടെ ആണെന്ന് മനസ്സിലാക്കി ആ മനോഭാവം നിനക്കുണ്ടായെങ്കിൽ മാത്രമേ നീ ക്രിസ്ത്യാനി എന്ന് നിനക്ക് പേരുള്ളൂ, ആദിമ സഭയുടെ അംഗമുള്ളൂ. ആ ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരുവാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ സഹായിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, യുവജനം കണ്ട് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ആദിമസഭയുടെ അനുഭവത്തിൽ സകലവും പൊതുവേ എണ്ണിയ ആ മനോഭാവം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ നോമ്പ് കാലഘട്ടത്തിൽ ലഭിക്കണമേ. ഞങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ആ വലിയ ദൈവീയ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, മാധ്യമ സുഹൃത്തുക്കൾ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ ഇതിൽ ബെഡ്രിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, കർത്താവ് ഒന്നുമില്ലാത്തവരോടുമായി ഐക്യദാർഷ്ട്യം പ്രഖ്യാപിക്കുവാനുള്ള വിശാല മനോഭാവം ഈ നോമ്പ് കാലഘട്ടത്തിൽ ആദിമസഭയ്ക്കുണ്ടായിരുന്ന അതേ സകലവും പൊതുവെ കാണുന്ന അതേ മനോഭാവം എല്ലാവർക്കും, വേദന കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം, യേശു മൂലം പ്രാർത്ഥനകൾക്ക് നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.